നിങ്ങൾ അറിഞ്ഞോ, കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പോവുകയാണ്. കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാനിതാ രാജിവെക്കുന്നു. എന്നെ ചുറ്റുമുള്ള ആളുകൾ തന്നെ കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ കെട്ടിമുറുക്കുന്നു, എന്നെ പരിഹസിച്ച് തള്ളുന്നു. ഒപ്പം നിന്ന് എൻ ശിവരാജൻ, എന്തിന് വൈസ് പ്രസിഡന്റായ ആളുകൾ, താൻ ഒപ്പം നിർത്തിയ ആളുകൾ പോലും തന്നെ കുറ്റം പറയുന്നു. എന്തിന് വി മുരളീധരൻ പോലും തന്നെ പരിഹസിക്കുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം തനിക്കാണെന്ന് പറയുന്നു. എന്തിന് ഇവരാരും ചേലക്കരയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അവിടെ പാർട്ടി സംവിധാനങ്ങൾ കുറവായിരുന്നിട്ട് പോലും 21% വോട്ട് ബി.ജെ.പി സ്വന്തമാക്കി. അതൊന്നും ഇവർ പറയുന്നില്ല. എൻ്റെ പ്രവർത്തനങ്ങളെ ഇവർ കാണുന്നില്ല, എൻ്റെ മികവിനെ കാണുന്നില്ല. ഞാൻ കോഴപ്പണക്കാരനാണ്, ഞാൻ ആളുകളെ അംഗീകരിക്കാത്തവനാണ്, ആളുകളെ പിന്തുണയ്ക്കാത്ത ആളാണ്, എല്ലാവരെയും ചവിട്ടി ഒതുക്കുന്ന ആളാണ് എന്ന് എന്നെ പരിഹസിക്കുന്നു. അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ, ഞാനിതാ രാജിവെക്കുകയാണ് എന്ന് ആരെ അറിയിച്ചു? കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ശരിയാണ് മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങൾ രാജിവെക്കുന്നതാണ് ബി.ജെ.പിക്ക് നല്ലത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഉള്ളുപൊള്ളയായ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഉള്ളിസുര എന്ന് വിളിക്കുന്നതെന്ന് നേരത്തെ ഒരു നേതാവ് പരിഹസിച്ചിട്ടുണ്ട്. അല്ലാതെ ബീഫിനൊപ്പം ഉള്ളി കഴിച്ചത് കൊണ്ടല്ല ഉള്ളിസുര എന്ന് വിളിക്കുന്നത്. ഉള്ളു പൊളിക്കുമ്പോൾ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഉള്ളതല്ല പറയുന്നത്, നേരല്ല പറയുന്നത്, നുണയാണ് പറയുന്നത് എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് രാജിവെച്ച് ആ പാർട്ടിയെ വെറുതെ വിടും, അവരങ്ങ് രക്ഷപ്പെട്ടു പോകട്ടെ. നിങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൽ എവിടെയെങ്കിലും പോയി ചേക്കേറോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗവർണറായി പോയിക്കോളൂ. ആ സംസ്ഥാനം മാത്രമല്ലേ മുടിഞ്ഞു പോകുള്ളൂ, ഈ ഒരു പ്രസ്ഥാനം മുടിഞ്ഞു പോകില്ലല്ലോ എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നൊഴിയാതെ എല്ലാ കാലത്തും സുരേന്ദ്രൻ എന്നാണോ പ്രസിഡന്റ് ആയത് അന്നു മുതൽ തുടങ്ങിയ ശാപമാണ് ബി.ജെ.പിക്ക്. വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നുണ്ടാകാം, അതൊക്കെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നതാണ്. ഇടതുമുന്നണിയുടെ ഭരണത്തിൽ മനമെടുത്ത ആളുകൾ, UDFന്റെ അഴിമതിയിലും പടലപ്പിണക്കങ്ങളിലും മനമെടുത്ത ആളുകൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതാണ്. മറ്റൊരു രാഷ്ട്രീയ കക്ഷി വളർന്നു വരട്ടെ എന്ന്, അല്ലാതെ സുരേന്ദ്രനോടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല. സുരേന്ദ്രനെ പാർട്ടിക്കകത്ത് പി കെ കൃഷ്ണദാസൊക്കെ നിങ്ങളെ കീറി മുറിക്കുകയാണ്. എത്രയോ പരമോന്നതർ ഇരുന്ന കസേരയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശോഭാ സുരേന്ദ്രനെ വെട്ടി ഒതുക്കിയില്ലേ നിങ്ങൾ? 2 വർഷത്തോളം അവരെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചില്ലേ? പി കെ കൃഷ്ണദാസിന് എന്ത് സ്ഥാനമാണുള്ളത്? അദ്ദേഹം ദേശീയ കൗൺസിൽ അംഗമാണ്, ദേശീയ നിർവാഹക സമിതി അംഗമാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് കേരളത്തിൽ എന്ത് വോയിസാണ് നിങ്ങൾ കൊടുക്കുന്നത്? സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയത് എന്തിനാണ് നിങ്ങൾ സി കൃഷ്ണകുമാറിനെ തന്നെ പാലക്കാട് എന്ത് വന്നാലും അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്തിനാണ്? സഹകരണ ബാങ്കിലും സ്ഥാനാർത്ഥി, എവിടെ നോക്കിയാലും സി കൃഷ്ണകുമാർ. എന്തിനാണ്? എന്ത് ബിനാമി ഇടപാടാണ് നിങ്ങൾ തമ്മിലുള്ളത്? എന്ത് പണമിടപാടാണ് നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങളും CPM-ഉം തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെ സാധാരണക്കാർ ചിന്തിക്കില്ലേ? സംഘത്തിൽ പോകുന്ന ആളുകൾ ചിന്തിക്കില്ലേ? RSSനെ നിങ്ങൾ എന്തിനാണ് വെറുപ്പിച്ചത്? സുഭാഷൊക്കെ എന്തിനാണ് ഇറങ്ങിപ്പോയത്? നിങ്ങളുടെ പോരായ്മ കൊണ്ട് മാത്രം. നിങ്ങൾ അവരെ അവഗണിക്കുന്നു, നിങ്ങൾ അവരെ കേൾക്കുന്നില്ല, നിങ്ങൾ ഏകാധിപത്യ മനോഭാവത്തോടു കൂടി പെരുമാറുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തുടിപ്പ് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പണക്കൊഴുപ്പിൻ്റെയും അധികാരക്കൊഴുപ്പിൻ്റെയും ആളായി മാറുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ശോഭാ സുരേന്ദ്രൻ എതിർക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ വാക്ചാതുര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണ്. ശോഭാ സുരേന്ദ്രൻ എതിരാളികളെ ഓടിക്കുന്ന രീതി നിങ്ങൾക്കറിയാമോ? വിമർശനങ്ങൾക്ക് എണ്ണി അവർ മറുപടി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമല്ല. ശോഭ അധികാരത്തിൽ വന്നാൽ, അതായത് പാർട്ടി നേതൃത്വത്തിൽ വന്നാൽ നിങ്ങൾ അവിടെ അപ്രസക്തനാകും. അത് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കുന്നത്. പി കെ കൃഷ്ണദാസിനെ അതുപോലെ തന്നെ. അദ്ദേഹം ജനസമ്മതിയുള്ള നേതാവാണ് ഇപ്പോഴും. അദ്ദേഹത്തെ നിങ്ങൾ ഒതുക്കി. എന്തിന് CK പത്മനാഭനെ ഒതുക്കിയില്ലേ? CKP നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? ഈ മുതിർന്ന നേതാക്കളുടെ ആരുടെയെങ്കിലും വാക്ക് നിങ്ങൾ കേൾക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഉപജാപക വൃന്ദത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവർ പറയുന്നത് പോലെ തോന്യാസം കാണിക്കുകയും ചെയ്യുമ്പോൾ RSS എങ്ങനെ ബി.ജെ.പിക്കൊപ്പം നിൽക്കും? ബി.ജെ.പി അണികൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നേതാക്കൾ തള്ളിക്കളയുമ്പോൾ ഒരു വിഭാഗം പ്രബല നേതാക്കൾ എന്ന് പറയുമ്പോൾ പി കെ കൃഷ്ണദാസും ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ വി മുരളീധരൻ വരെ നിങ്ങളെ തള്ളിപ്പറയുമ്പോൾ എന്തിന് ഗോപാലകൃഷ്ണൻ, നിങ്ങളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഗോപാലകൃഷ്ണൻ തള്ളി പറഞ്ഞില്ലേ? നിങ്ങളുടെ മൈക്രോഫോണായിരുന്ന സന്ദീപ് വാചസ്പതി നിങ്ങളെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങളുടെ വലങ്കൈ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്ന സന്ദീപ് വാര്യർ നിങ്ങളെ പുച്ഛിച്ച് പുറങ്കാല് കൊണ്ട് ചവിട്ടി തള്ളിയിട്ട് ഇറങ്ങിപ്പോയില്ലേ? ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തീർച്ചയായും മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങൾ രാജിവെക്കുന്നതാണ് പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം. നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാനോളം പുകഴ്ത്തപ്പെടും. ഇത് ചെയ്യാതെ വീണ്ടും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ തന്നെ പാർട്ടിയെ നയിക്കും എന്ന് പറഞ്ഞ് പണക്കൊതിയോടുകൂടി ഇതിനകത്ത് നിന്നു കഴിഞ്ഞാൽ പാർട്ടി തകർന്ന് തരിപ്പണമാകും. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല മിസ്റ്റർ സുരേന്ദ്രൻ.